2 ദിവസമായില്ലേ വ്ളോഗ് ഇട്ടിട്ട് 2 ദിവസമായില്ലേ 2 ദിവസമായിട്ടുണ്ടാവും 2 ദിവസമായിട്ട് വ്ളോഗ് ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് ഇല്ലാന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വ്ളോഗ് എടുക്കാണ്ടിരുന്നത്. അല്ലാതെ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. കണ്ടൻറ്റൊന്നും ഇല്ല. പിന്നെ ഡേ മൈ ലൈഫ് ഇട്ടിട്ട് നിങ്ങൾക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഡേ മൈ ലൈഫ് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയണില്ല. അതാണ് മെയിനായിട്ട് ഞാൻ എടുക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊന്ന് എടുത്ത് നോക്കട്ടെ കൊണ്ട് ഡേ മൈ ലൈഫ് എടുക്കുന്നത്. അത് മഴയാണ്, ഞായറാഴ്ചയായിട്ട് നല്ല മഴയാണെന്ന്. പുറത്തോട്ടൊക്കെ പോയി ഒക്കെ വന്ന് അപ്പോൾ വീട്ടിൽ നിന്നൊരു വ്ളോഗ് എടുക്കാം. ഇന്നെടുത്ത് പഠിക്കും ചെയ്യാം, വ്ളോഗും ആവും, രണ്ടും നടക്കും. അപ്പോൾ അതുകൊണ്ടൊരു വ്ളോഗ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതവിടെ ഉണ്ട്. പിന്നെ വാപ്പാനെ കണ്ടിട്ടില്ല കുറേ പേര് പരാതി പറയുന്നതിൽ. ഇതാണ് ആളിതായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, എവിടെയും പോകില്ല. ഇന്നിപ്പോൾ ഫ്രണ്ടിൽ അങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ആളവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എണീച്ച് പോയിട്ടുണ്ടാവും. വീഡിയോയിലൊന്നും വരാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. ഇന്നിവിടെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ആൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പ്രത്യേകിച്ച് പരിപാടി എന്ന് പറയാനൊന്നുമില്ല. ഈ മഴയത്ത് എന്ത് പരിപാടി, ഒരു പരിപാടി നടക്കില്ല നമ്മുടെ. അപ്പോൾ എന്താ പരിപാടി? അവിടെ ഇരിക്കത്ര വയസ്സ് വള്ളത്തിനുള്ളേ. സമയം 5 മണിയാവുന്നു. സമയം പോകുന്നുണ്ട്, സമയം പോയിക്കോട്ടെ. നാളെ എവിടേക്കും പോയാലോന്ന് ആലോചിക്കാം. നാളെ വർക്കില്ല, എവിടെയും പോയാലോന്ന് ഇങ്ങനെ ആലോചിക്കണ്. നോക്കട്ടെ, പറ്റിയ കളറോട് പോകുന്നുണ്ട്. നാളെ കളറോട് പോട്ടെ. കുറേ പോകണമെന്ന് വിചാരിച്ചിട്ട് നാളെ ഇങ്ങനെ കളറോട്ടിക്ക് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. പോട്ടെ, ഞാൻ കുറേ പോകണമെന്ന് വിചാരിച്ചിട്ട്. എവിടേക്ക്? ഓ, അവിടേക്കാണ് ഡെയിലി ഇടയ്ക്കിടയ്ക്ക് പോക്കുന്നുണ്ട്. ഇന്നലെ അടക്കം പോയിട്ടുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. എന്താ ചെയ്യാ ഈ മഴയായിട്ട്? തിങ്കളാഴ്ച മുതൽ വർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞതാ, പക്ഷെ വർക്കില്ല അത്ര. നാളെ മറ്റന്നാൾ ചിലപ്പോൾ ഒരു വാർപ്പുണ്ടാവും. വാർപ്പിന് പൈപ്പ് ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ കൊണ്ട് വേറെ സംഭവം കാണിച്ചിട്ടാ. ഉള്ളിൽ കറണ്ട് പോയിക്കാണ്. ഞാൻ വേറൊരു സംഭവം കാണിച്ചില്ല നിങ്ങൾക്ക്. ഉള്ളിൽ ചോരുണ്ട്. മഴ പെയ്താൽ ഉള്ളിൽ ചോരും. ഞാൻ കിടക്കണ കറക്റ്റ് എൻ്റെ തല മുകളിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഞാൻ അവിടെ കിടന്നപ്പോൾ നേരത്തെ മഴ പെയ്തപ്പോൾ മുഖത്തേക്ക് വെള്ളറ്റി. ഞാൻ പറഞ്ഞ അവിടെ ചോരുണ്ടെന്ന്. വീണ പോയിട്ടെ വീഴാനായിട്ടുണ്ട് കേട്ടോ. ഇന്നോ നാളെ പറഞ്ഞിരിക്കും. ഈ ഫ്രണ്ട് കൂടെ കണ്ടെങ്കിൽ മോടിനുള്ളൂ. ഉള്ളൊക്കെ പൊള്ളയാണ്. ഇവിടെയൊക്കെ ഉണ്ടോ? അത് എല്ലാവരുടെയും ചെതലാണെന്നാണ് പറയുന്നത്. പൊളിച്ചു മേയണമെന്നുണ്ട്. പക്ഷെ ഈ മഴ കാരണമാണ് പൊളിച്ചു മേയാണ്ടിരിക്കുന്നത്. പൊളിച്ചു മേയാം നമുക്ക് ഇൻഷാ അല്ലാ. പട്ടിക വാങ്ങണം, ഓട് കൊണ്ടുവരണം, കൗക്കോല് കൊണ്ടുവരണം, ഇതൊക്കെ വേണം. അല്ലാണ്ട് തൊടാൻ പറ്റൂല. ആ സൈഡത്തെ ഓട് മൊത്തം പോയിട്ട് വയസ്സ്. ആ സൈഡത്തെ മൊത്തം ഓട് തേങ്ങ വീണിട്ട് പോയി. ഞാൻ കാണിച്ചുതരാം. സൈഡ് കാണിച്ചുതരാം. വെച്ചാ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ബാക്കത്തെ സിറ്റുവേഷൻ കാണിച്ചുതരാം. വീടിൻ്റെ കട പണിയാട്ടാ. ഇവിടെയൊക്കെ പൊട്ടി. ഈ തെങ്ങുന്നോ തേങ്ങ വീണ് അവിടെയൊക്കെ ഇടോ. അവിടെയൊക്കെ ഗ്യാപ്പ് നോക്ക്. ഇതെവിടെ ഗ്യാപ്പ്? അവിടെയൊക്കെ പൊട്ടി. ഇതൊക്കെ ഓട് പൊട്ടി. ഇതോ അവിടെ കേട്ടോ. അയ്യോ ഐസ് വീഴാൻ പോയി. ഈ സൈഡ് തേച്ചില്ല കേട്ടോ. ഞാൻ അവിടെ ഒരു വെള്ളം പറ്റി വന്നു ക്യാമറയ്ക്ക്. ഈ സൈഡൊക്കെ പോയിട്ടുണ്ട്, മൊത്തം പോയിക്കണു. ഈ സൈഡ് തേച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ ഇത് അടുക്കള, ഇത് റൂമിൻ്റെ ബാക്ക് സൈഡും പിന്നെ അതേപോലെ കണ്ടോ ഈ സൈഡൊക്കെ പോയിട്ടുണ്ട്. മൊത്തത്തിൽ പോയി കിടക്കുകയാണ് ഈ ഭാഗം മൊത്തം. പിന്നെ മഴ പെയ്തുകൊണ്ടാട്ടോ. ഈ ഒരു ജനൽ പൊളിഞ്ഞപ്പോൾ മഴ സെറ്റപ്പ് കണ്ടോ. ഇതാണ് വൈബ്. ഷീറ്റാണ് ഗൈസ്. ഷീറ്റ് എടുത്തിട്ട് അടിച്ചെടുത്തിരിക്കുന്നു. ഈ സൈഡ് മൊത്തം വീട്ടിലത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ. അതൊക്കെ എത്രങ്ങാനും ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കുന്നത്. ഇത് കൊടുക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഈ സാധനങ്ങൾ കംപ്ലീറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. പക്ഷെ എടുത്ത് വയ്ക്കും. ഇങ്ങനെ ഓരോന്നായിട്ട് മൊത്തം എടുത്ത് വയ്ക്കും. പഴയ ടിവിൻ്റെ സ്റ്റാൻഡ്, പുതിയ ടി വി കൊടുക്കുന്നതിൻ്റെ അട്ടപ്പെട്ടി, ഇതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞാൽ അതേപോലെ കേട്ടോ ബടി. ഇതൊക്കെ എന്തിനാണാവോ? ഞാൻ കുറേ എടുത്ത് കളയും, പക്ഷേ അതിനൊന്നും സമ്മതിക്കില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ. കണ്ടോ അവിടെ കണ്ടോ, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ, അവിടെ ഒരു ഗ്യാപ്പ്. എല്ലാവിടെയും ഗ്യാപ്പായിക്കണു. മൊത്തം പണിയായി കിടക്കുകയാണ്. മഴ പെയ്താനുള്ളൊരു സിറ്റുവേഷൻ ആട്ടോ ഇപ്പോൾ. നല്ല അടിക്കുക. ഇതാ പോണു ഗൈസ്, ഇതാ പോണു. വെള്ളം കൊണ്ടുവരാനോ ഗൈസ്? വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോണു. കുടിക്കാൻ വെള്ളം അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് എടുക്കുക. വെള്ളം കൊണ്ടുവരാൻ അവിടെ വഴുക്കുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ വഴുക്കല. ഈ മഴ പെയ്താൽ ഫുള്ള് വഴുക്കലാണ്.
എനിക്ക് ഇതൊന്ന് റെഡിയാക്കണം എന്നുണ്ട്. ആ വഴി വരുന്ന സ്ഥലം ഇവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഒന്നൊന്നുകൊണ്ട് നടക്കണില്ല. ഒരു പരിപാടിയാണ് നടക്കണില്ല. ഒരു പരിപാടിയാണ് നടക്കണില്ല മെയിനായിട്ട്. സത്യം പറഞ്ഞാൽ ഒന്നിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ഒന്നിലേക്ക് പോവാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഫണ്ട് എടുത്ത് വയ്ക്കുമ്പോൾ വേറൊരു കാര്യത്തിന് വേണ്ടി അങ്ങനെ ചിലവാണ്. മെയിനായിട്ടുള്ള പ്രശ്നം അതാ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീടിൻ്റെ അവസ്ഥ. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ വീടിൻ്റെ അവസ്ഥ? അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് പൊളിച്ചു നേരാക്കണം. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ വീട്ടിലൊന്നും ചിലവാക്കണ്ട, വേറെ വീട് കയറ്റുന്നു. വീട്ടിൽ ചിലവാക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഏത് നിമിഷം പൊളിഞ്ഞു വീഴും തലയിൽ കൂടെ. രാത്രി അപ്പോൾ ഉറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ തലയിൽ കൂടെ പൊളിഞ്ഞു വീഴുക. അപ്പോൾ എന്തായാലും ഗൈസ് മഴയൊക്കെ പോയി. ഉള്ളത്തെ കറണ്ട് വരാൻ ഉള്ളത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഉള്ളത്തെ ചോരുന്ന വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. കറണ്ട് വരുമോ നോക്കട്ടെ. കറണ്ട് കുറച്ച് നേരമായി പോയിട്ട്. അപ്പോൾ കറണ്ട് വരുമോ നോക്കട്ടെ. എന്തായാലും കറണ്ട് വരാത്തത് കൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടില്ല. കറണ്ട് വരുന്നതാണല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എണീച്ചിട്ട് നേരെ ക്ലബിലോട്ട് വന്നു. ഇവിടെ ആകുമ്പോൾ കറണ്ട് ഉണ്ട്. അവിടെ നമ്മുടെ ആ ഭാഗത്ത് എന്താ പറയില്ല, ആ മഴ പെയ്തപ്പോൾ എന്തോ പൊട്ടിക്കൊണ്ടാകുന്നു മൊത്തം പോയിക്കേ. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ലല്ലോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നാളെ ചിലപ്പോൾ പറ്റിയാൽ പോകണമെന്നുണ്ട്, കളറോട് പോകണമെന്നുണ്ട്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.